എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പ്ലസ് ടു സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷാഫലം ഈ ആഴ്ചയോടെ വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു പ്ലസ് ടു സേ പരീക്ഷ എഴുതി തോൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത പരീക്ഷയുടെ രജിസ്ട്രേഷൻ, അതായത് 2025 മാർച്ചിലെ പബ്ലിക് എക്സാമിനേഷൻ്റെ രജിസ്ട്രേഷൻ എപ്പോഴാണ് എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്. നിങ്ങളിപ്പോൾ പ്ലസ് ടു സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ തോൽക്കുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ എഴുതേണ്ട പരീക്ഷ +1 പബ്ലിക് എക്സാമിനേഷനോ അല്ലെങ്കിൽ +2 പബ്ലിക് എക്സാമിനേഷനാണ് എഴുതേണ്ടത്. ഈ വർഷം മുതൽ +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ +1 പബ്ലിക് എക്സാമിനേഷൻ്റെ കൂടെ നടത്താനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വിജ്ഞാപനമൊക്കെ പുറപ്പെടുവിച്ചത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഇനി ഈ ഒരു +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ സെപ്റ്റംബറിൽ ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് +1 സബ്ജക്റ്റാണ് തോറ്റതെങ്കിൽ നിങ്ങൾക്ക് +1 പബ്ലിക് എക്സാമിനേഷൻ്റെ കൂടെ പരീക്ഷ എഴുതാം. +2ലാണ് തോറ്റതെങ്കിൽ +2 പബ്ലിക് എക്സാമിനേഷൻ എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ 2 വർഷം തോറ്റൊരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 വർഷം എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വർഷം എഴുതി ഡബിൾ പാസ് മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജയിക്കാനുള്ള മാർക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് പരീക്ഷ എഴുതാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് 225 രൂപയാണ് ഫീസ് ഇനത്തിൽ വരിക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, +2 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ തോറ്റിട്ടുള്ള വിദ്യാർത്ഥികൾ +2 സേ പരീക്ഷയല്ല എഴുതേണ്ടത്, +2 പബ്ലിക് എക്സാമിനേഷനോ അല്ലെങ്കിൽ +1 പബ്ലിക് എക്സാമിനേഷനോ ആണ് എഴുതേണ്ടത്. കാരണം +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ +1 പബ്ലിക് എക്സാമിനേഷൻ്റെ കൂടെയാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ രജിസ്ട്രേഷൻ വരുന്നത് ഈ ഒരു ഓഗസ്റ്റിലോ അല്ലെങ്കിൽ സെപ്റ്റംബർ മാസത്തിലോ ആണ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ആ ഒരു രജിസ്ട്രേഷൻ എപ്പോഴാണ് വരുന്നത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്. ഈ ഒരു dhsc.kerala.gov.in എന്ന ഈ ഒരു വെബ്സൈറ്റിലാണ് വിദ്യാർത്ഥികളുടെ ഈ ഒരു +2 അല്ലെങ്കിൽ +1 പബ്ലിക് എക്സാമിനേഷൻ്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ വരിക. അപ്പോൾ ഈ ഒരു ഭാഗത്ത് എക്സാമിനേഷൻ എന്നുള്ള ഭാഗത്താണ് സാധാരണ ആ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്. വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായിട്ട് ആകെ ലഭിക്കുന്ന സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏകദേശം 5 ദിവസമാണ്. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ രജിസ്ട്രേഷനുള്ള അവസരം ഉണ്ടായിരിക്കുക. അതിനുശേഷം 10 ദിവസം വരെ നിങ്ങൾക്ക് 600 രൂപ ഫൈനോടുകൂടി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്, അതായത് ഈ ഒരു ആദ്യത്തെ 5 ദിവസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് 225 രൂപ പെർ സബ്ജക്റ്റ് പ്ലസ് 80 രൂപ സർട്ടിഫിക്കറ്റ് ഫീസാണ്. അപ്പോൾ അതിനുശേഷം 5 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് 20 രൂപ, അതുപോലെ തന്നെ അതിനുശേഷം ഏകദേശം 600 രൂപ എന്നീ രീതിയിലാണ് ഫൈൻ വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് ആ രജിസ്ട്രേഷൻ എപ്പോഴാണ് എന്നുള്ളത് മനസ്സിലാക്കി രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷൻ ഈ ഒരു ഓഗസ്റ്റിലോ അല്ലെങ്കിൽ സെപ്റ്റംബറിലോ ആണ് വരിക. മുൻ വർഷങ്ങളിൽ ഇത് നേരത്തെ തന്നെ സെപ്റ്റംബർ മാസത്തോടെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികൾക്കും രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഒരു അവസരം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ വളരെയധികം ശ്രദ്ധയോടെ കാത്തിരിക്കുക. കാരണം ഈ ഒരു രജിസ്ട്രേഷൻ അവസാനിച്ച് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളോട് സ്കൂളിൽ നിന്ന് പോലും ആപ്ലിക്കേഷൻ ഫോം വാങ്ങിക്കില്ല. കാരണം സ്കൂളിൽ നിന്ന് വാങ്ങിച്ചതുകൊണ്ട് സ്കൂളിൽ നിന്ന് പ്രത്യേകിച്ച് അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, രജിസ്ട്രേഷൻ്റെ ഡേറ്റ് അവസാനിക്കുന്നതിന് മുമ്പായിട്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഓഗസ്റ്റിലോ അല്ലെങ്കിൽ സെപ്റ്റംബറിലോ ആയിരിക്കും വിദ്യാർത്ഥികളുടെ ഈ ഒരു +1 പബ്ലിക് എക്സാമിനേഷൻ അല്ലെങ്കിൽ +2 പബ്ലിക് എക്സാമിനേഷൻ്റെ രജിസ്ട്രേഷൻ വരിക. അപ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികളുടെ റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്. നിങ്ങളുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ kerala-results.nic.in എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു DHSC സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് കഴിഞ്ഞ വർഷത്തെ ലിങ്ക് ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് ഈ ഒരു DHSC സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് 2023, VHSC സേ എക്സാം റിസൾട്ട് ജൂൺ 2023, അതുപോലെ NSQF സേ 2023 എക്സാം റിസൾട്ട് ജൂൺ 2023 എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് കഴിഞ്ഞ വർഷത്തെ ലിങ്കാണ്, അതുകൊണ്ടാണ് 2023 എന്നുള്ളത്. ഈ വർഷത്തേതാണെങ്കിൽ 2024 എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു ലിങ്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു kerala-results.nic.in എന്ന വെബ്സൈറ്റിൽ മുകളിലായിട്ട് തന്നെ ലിങ്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റോൾ നമ്പർ നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡിവിജ്വൽ റിസൾട്ടും സ്കൂൾ വൈസ് റിസൾട്ട് അറിയാനായിട്ട് സ്കൂൾ വൈസ് റിസൾട്ട് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സ്കൂൾ കോഡ് നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂൾ വൈസ് റിസൾട്ടും അറിയാൻ സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ രജിസ്ട്രേഷൻ വരുന്നത് ഈ ഒരു ജൂലൈ
ജൂലൈ അല്ല, ഈ ഒരു ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ മാസത്തിലാണ് രജിസ്ട്രേഷൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ ലഭിക്കുന്ന സമയം എന്ന് പറയുന്നത് രജിസ്ട്രേഷന് 5 ദിവസം മാത്രമായിരിക്കും കിട്ടുക. അതിനുശേഷം പിന്നീട് 20 രൂപ ഫൈനോടുകൂടി അടുത്ത 7-ാം ദിവസം വരെയും, അതിനുശേഷം നിങ്ങൾക്ക് ഏകദേശം 600 രൂപ ഫൈനോടുകൂടി അടുത്ത 10-ാം ദിവസം വരെയും നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അതായത് ടോട്ടൽ ഏകദേശം ഈ ഒരു പീരിയോഡ് കൂടി ഉൾപ്പെടെ ഏകദേശം ഒരു 10 ദിവസം മാത്രമാണ് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഒരു അവസരം വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ എപ്പോഴാണ് രജിസ്ട്രേഷൻ വരിക എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ടാണ് വിദ്യാർത്ഥികളോട് ഈ ഒരു വെബ്സൈറ്റ് പറഞ്ഞിട്ടുള്ളത്. അതായത് dhsc.kerala.gov.in എന്ന ഈ ഒരു കേരള എഡ്യൂക്കേഷൻ ഡയറക്ടറേറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.